സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കൊപ്പം കുതിച്ചുയർന്ന ഈ തലമുറ പരമ്പരാഗതമായ ജീവിതശൈലികളൊക്കെ മാറ്റിമറിച്ച് മുന്നോട്ടു പോകുന്നവരാണ്. ജോലിയിലും ജീവിതത്തിലുമൊക്കെ പ്രത്യേക ശൈലി പിന്തുടരുന്ന ജെൻസിയുടെ ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും ഒരു വിപ്ലവം ഈ തലമുറയുടെ പേരിൽ എഴുതി ചേർക്കുകയാണ് നേപ്പാളിൽ. ജെൻസിയുടെ പേരിൽ കുറിക്കുന്ന ആദ്യ വിപ്ലവം. ഒരു രാജ്യത്തെ ആകെ പിടിച്ചു കുലുക്കുന്ന പ്രക്ഷോഭം നടത്താനും അറിയാം തങ്ങൾക്കെന്ന് തെളിയിച്ചിരിക്കുകയാണ് ജെൻസി തലമുറ. സോഷ്യൽ മീഡിയ നിരോധനത്തെ തുടർന്നാണ് നേപ്പാളിന്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ അസാധാരണമായ പ്രക്ഷോഭം തുടങ്ങിയത്. യുവാക്കളുടെ ഈ പ്രതിഷേധത്തെ ജെൻസി പ്രക്ഷോഭമെന്നാണ് ദേശീയ അന്തർദേശീയ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. ഈ മാസം 4-നാണ് ഫേസ്ബുക്ക്, എക്സ്, ഇൻസ്റ്റഗ്രാം, വാട്സപ്പ്, യൂട്യൂബ്, ലിങ്ക്ഡിൻ എന്നിവയടക്കം 26 സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകളെ നേപ്പാൾ സർക്കാർ നിരോധിച്ചത്. സമൂഹമാധ്യമ ഉപയോഗ നിയന്ത്രണത്തിനുള്ള നിയമമനുസരിച്ച് സമൂഹമാധ്യമങ്ങൾ രജിസ്റ്റർ ചെയ്യണമെന്ന് സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. അതിന് സെപ്റ്റംബർ 4 വരെ സമയവും നൽകി. ആ സമയപരിധി കഴിഞ്ഞും രജിസ്റ്റർ ചെയ്യാതിരുന്ന പ്ലാറ്റ്ഫോമുകളെയാണ് നിരോധിച്ചത്. പുതിയ സോഷ്യൽ മീഡിയ നിയമങ്ങൾ പ്രകാരം കമ്പനികൾ സർക്കാരിൽ രജിസ്റ്റർ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു നിരോധനം. ഇത് വ്യാഴാഴ്ച അർദ്ധരാത്രിയോടെ പ്രാബല്യത്തിൽ വന്നു. ഏതാണ്ട് 1,35,00,000 ഫേസ്ബുക്ക് ഉപയോക്താക്കളാണ് നേപ്പാളിൽ ഉള്ളത്. 36 ലക്ഷം ഇൻസ്റ്റഗ്രാം ഉപയോക്താക്കളും. നിരോധനം നേപ്പാളിൽ കാര്യമായ ആശയവിനിമയത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചു. പ്രധാനമായും പ്രൊമോഷനുകൾക്കും ഉപഭോക്താക്കളുമായുള്ള ആശയവിനിമയത്തിനും സോഷ്യൽ മീഡിയയെ ആശ്രയിക്കുന്ന ടൂറിസം രംഗത്തുൾപ്പെടെ നിരോധനം കനത്ത തിരിച്ചടിയായി. വിദേശത്ത് താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെടാൻ ഈ പ്ലാറ്റ്ഫോമുകളെ ആശ്രയിക്കുന്ന നിരവധി പേർ കുഴഞ്ഞു. ഇതിന് പിന്നാലെയാണ് യുവാക്കൾ പ്രതിഷേധം തുടങ്ങിയത്. ദേശീയ ഗാനം ആലപിച്ചും ദേശീയ പതാകകൾ വീശിയും അഴിമതിക്കും സമൂഹമാധ്യമ നിരോധനത്തിനുമെതിരെ മുദ്രാവാക്യങ്ങൾ വിളിച്ചും ആയിരക്കണക്കിന് യുവാക്കളാണ് പാർലമെന്റ് മന്ദിരത്തിന് നേരെ മാർച്ച് നടത്തിയത്. പാർലമെന്റിന് പുറത്തെ നിയന്ത്രിത മേഖലയിലേക്ക് കടക്കും മുൻപ് പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞതിനെ തുടർന്ന് സംഘർഷമുണ്ടാവുകയായിരുന്നു. കണ്ണീർ വാതകം പ്രയോഗിച്ചതിന് പിന്നാലെ നടത്തിയ വെടിവയ്പിലാണ് പ്രക്ഷോഭക്കാർ കൊല്ലപ്പെട്ടത്. നിരവധി പേർക്ക് പരിക്കേറ്റു. പ്രതിഷേധക്കാർ പാർലമെന്റിന്റെ പ്രധാന കവാടം തകർക്കുകയും വളപ്പിലേക്ക് അതിക്രമിച്ചു കയറുകയും പ്രവേശന കവാടത്തിന് തീയിടുകയും ചെയ്തതിനെ തുടർന്നാണ് ആകാശത്തേക്ക് വെടിവെച്ചതെന്ന് പോലീസ് പറഞ്ഞു. തുടക്കത്തിൽ സമാധാനപരമായിരുന്ന പ്രകടനങ്ങൾ അക്രമാസക്തമായ ഏറ്റുമുട്ടലുകളിലേക്ക് മാറിയതിനെ തുടർന്ന് ബാനേശ്വർ, ലൈൻചൌർ തുടങ്ങിയ തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിൽ സർക്കാർ കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സമൂഹമാധ്യമ നിരോധനമാണ് പ്രതിഷേധത്തിന് കാരണമെങ്കിലും അത് മാത്രമല്ല ചെറുപ്പക്കാരെ തെരുവിലിറങ്ങാൻ പ്രേരിപ്പിച്ചത്. നേപ്പാളിലെ രാഷ്ട്രീയക്കാരുടെ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ സമൂഹമാധ്യമങ്ങളിലടക്കം വലിയ തോതിൽ ഉയരുന്ന പ്രതിഷേധവും പരിഹാസവും അധികാരികളെ അസ്വസ്ഥരാക്കിയിരുന്നു. അതിന് തടയിടാനാണ് രജിസ്ട്രേഷന്റെ പേര് പറഞ്ഞുള്ള നിരോധനമെന്നാണ് പ്രതിഷേധക്കാർ ആരോപിക്കുന്നത്. രാഷ്ട്രീയക്കാരുടെ മക്കളുടെ ജീവിതശൈലിയെ പരിഹസിച്ചും അതുമായി സാധാരണ യുവാക്കളുടെ ജീവിതത്തെ താരതമ്യപ്പെടുത്തിയും നെപ്പോ കിഡ്സ് തുടങ്ങിയ ഹാഷ്ടാഗുകളിൽ സമൂഹമാധ്യമങ്ങളിൽ അടുത്തിടെ ധാരാളം പോസ്റ്റുകൾ പ്രചരിച്ചിരുന്നു. സമൂഹമാധ്യമ നിരോധനത്തോടെ തുടങ്ങിയ ജെൻസി പ്രതിഷേധം ഈ സാഹചര്യത്തിൽ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരായ പ്രക്ഷോഭമായി രൂപാന്തരപ്പെടുന്നതാണ് കണ്ടത്. നേപ്പാളിലെ സുപ്രീം കോടതി ഒരു കേസിന്റെ ഭാഗമായി രാജ്യത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും രജിസ്റ്റർ ചെയ്യണമെന്ന് സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു. ഈ കോടതി ഉത്തരവ് നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് സർക്കാർ സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് രജിസ്റ്റർ ചെയ്യാൻ അന്ത്യശാസനം നൽകിയത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നുവെന്നും അവയുടെ സംരക്ഷണത്തിനും സുരക്ഷിതമായ ഉപയോഗത്തിനുമുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നുമാണ് ഞായറാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ നേപ്പാൾ സർക്കാർ വ്യക്തമാക്കിയത്. വ്യാജ അക്കൗണ്ടുകൾ വഴിയുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ, തെറ്റായ വിവരങ്ങളുടെ പ്രചാരണം, സൈബർ കുറ്റകൃത്യങ്ങൾ എന്നിവ തടയുന്നതിന് പുതിയ നിയമങ്ങൾ ആവശ്യമാണെന്ന് സർക്കാർ വാദിക്കുന്നു. നിരവധി മുന്നറിയിപ്പുകൾക്കൊടുവിലാണ് നടപടിയെന്നും പ്രമുഖ സമൂഹ മാധ്യമ കമ്പനികൾ ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകൾ അവഗണിച്ചുവെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു. ടിക്ടോക്കും വൈബറും ഒക്കെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുകയും ടെലഗ്രാമിന്റെ രജിസ്ട്രേഷൻ നടപടികൾ പുരോഗമിക്കുകയുമാണ്. എന്നാൽ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും വാട്സപ്പും രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചിട്ട് പോലുമില്ല. നേരത്തെ ഓൺലൈൻ തട്ടിപ്പിനും കള്ളപ്പണം വെളുപ്പിക്കലിനും ഉൾപ്പെടെ ഉപയോഗിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാർ ടെലഗ്രാം ആക്സസ് തടഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷം നേപ്പാൾ സർക്കാർ ടിക്ടോക്കും നിരോധിച്ചിരുന്നു. പിന്നീട് നേപ്പാളിലെ നിയന്ത്രണങ്ങൾ പാലിക്കാൻ പ്ലാറ്റ്ഫോം സമ്മതിച്ചതിനെ തുടർന്നാണ് ഓഗസ്റ്റിൽ നിരോധനം പിൻവലിച്ചത്. തലസ്ഥാനമായ കാഠ്മണ്ഡുവിൽ ആരംഭിച്ച പ്രതിഷേധങ്ങൾ ഇപ്പോൾ നേപ്പാളിന്റെ മറ്റ് പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചിരിക്കുന്നു. ബനേശ്വർ, സിംഗദുർബാർ, നാരായൺ ഹിതി എന്നിവയുൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിട്ടുണ്ട്.
പ്രതിഷേധക്കാർക്ക് നേരെ റബ്ബർ ബുള്ളറ്റുകളും കണ്ണീർവാതക ഷെല്ലുകളും പ്രയോഗിച്ച് പ്രതിരോധം കടുപ്പിക്കുകയാണ് പോലീസ്. സ്ഥിതി അക്രമാസക്തമായതിനെ തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ സൈന്യത്തെയും വിന്യസിച്ചിട്ടുണ്ട്. പ്രതിഷേധങ്ങൾ കൊടുമ്പിരി കൊണ്ടതോടെ ജൻസി വിപ്ലവം നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയെ വൻ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ന്യൂ ജനറേഷന്റെ ഈ പ്രതിഷേധത്തെ നേപ്പാൾ സർക്കാർ എങ്ങനെ പിടിച്ചുകെട്ടുന്നു എന്നത് ലോകവും ഉറ്റുനോക്കുന്നു.